വണ്ടി വെച്ച് കഴിഞ്ഞാൽ പറശ്ശിനിലേക്ക് പോകാൻ പറ്റുന്ന വഴിയിലൂടെ അങ്ങനെ നടപ്പം. ഇവിടെ ഓട്ടോ സ്റ്റാൻഡുണ്ട്. എല്ലായിടത്തും ഫാൻസി കട. എൻട്രൻസ് ബോട്ട് യാത്ര. പറശ്ശിനി പുഴ, പറശ്ശിനി പാലം ബോട്ട് യാത്രക്കുള്ള വഴിയായിരുന്നു. പഴയ പഞ്ചായത്ത് ദിവസമായിട്ട് വെച്ചിട്ടുണ്ട്. പഴയ പഞ്ചായത്ത് ദിവസം പഞ്ചായത്താണ്. നാളെ പഞ്ചായത്ത് ദിവസം ഉണ്ടായിരുന്നു. നല്ല മനുഷ്യനായിരുന്നു. നാളെ ഒരു ട്രിപ്പ് പഴയങ്ങാടി പോയി തിരിച്ച് പാപ്പിനിശ്ശേരി എത്താറായി. പാപ്പിനിശ്ശേരി മേൽപ്പാലത്തിലൂടെ പോകാതെ അടിപ്പാതയുണ്ട്. അടിപ്പാതയിലൂടെ പോയിട്ട് എങ്ങനെ പോയാലും യൂട്ടേൺ എടുത്തിട്ട് പാപ്പിനിശ്ശേരി ചുങ്ക് എത്തണം. അപ്പോൾ ഇതിലൂടെ താഴത്തൂടെ ചെറിയ വണ്ടിക്കൊക്കെ ഇറങ്ങാൻ പറ്റും. അടിപ്പാതയിലൂടെ ശ്രദ്ധിച്ച് പോകണം. വഴി എല്ലാം നല്ല വഴിയല്ല. വഴി ഇവിടെ ചിലപ്പോൾ അടിപ്പാതയിൽ കുറച്ച് വെള്ളം കയറാൻ ചാൻസ് ഇല്ല. അവിടെ താഴ്ചയാണ്. ഇല്ല, വെള്ളമൊന്നുമില്ല. ഇതാണ് അടിപ്പാത. അവിടെ വണ്ടിയേതോ കുടുങ്ങിപ്പോയി. അതാണ് ആ വണ്ടി അത് ക്ലച്ചാട്ടം കണ്ടായിട്ടാവും. മെല്ലെ നോക്കി എടുക്ക്. മെല്ലെ അപ്പോൾ വണ്ടി തള്ളിക്കൊടുത്തിട്ട് ഇവിടുത്തെ വെച്ചിട്ട് ഇനിയും അവർ നോക്കട്ടെ. കാരണം വെച്ചാൽ അതിൻ്റെ മുകളിൽ കുറേ സമയം നിൽക്കാൻ നേരമില്ല.
ഒരു വീട്ടിൽ കൂടെ അല്ലേ പോയിട്ട് ഇവിടെ കൂത്തുപറമ്പ് കഴിഞ്ഞിട്ട് പോകണം. ഒരു 40 കിലോമീറ്റർ ഉണ്ടെന്നാ തോന്നുന്നു, ശരിക്ക് അറിയില്ല. അങ്ങോട്ട് പൂപ്പേ മനസ്സിലാവും. കതച്ചു പോയി. നല്ല ആ നെട്ടൊക്കെ തന്നെ വണ്ടി തന്നു പോയി അവരുടെ. ഇതെല്ലാവരും ബുദ്ധിമുട്ട്. എന്തായാലും കുറച്ചാൾ വന്നിട്ട് വേഗം തള്ളി കിട്ടി. അതുകൊണ്ട് കുഴപ്പമില്ല. പാപ്പശ്ശേരി മേൽപ്പാലത്തിന് അടിപ്പാലത്തിലൂടെ വന്നിട്ട് ഇത് ചുങ്കത്താത്തോ, ചുങ്കം, പാപ്പശ്ശേരി ചുങ്കം. അവിടത്തേക്കാണ് മറ്റേ മേൽപ്പാലം കടന്നാൽ യൂട്ടേൺ എടുത്തിട്ട് അവിടെ എത്തേണ്ടത്. അപ്പോൾ പിന്നെ ഇതിലൂടെ പോയാൽ ചെറിയൊരു ദൂരം കുറയും. അങ്ങനെ ഇതിലൂടെ വന്നു. അപ്പോഴാണ് അത് കഴിച്ചു പോയത്. പക്ഷെ അങ്ങനെ ഉള്ളതുകൊണ്ട് വണ്ടി തള്ളി കയറിയില്ല. അല്ലെങ്കിൽ അയാൾ ബുദ്ധിമുട്ട് വരുന്നു. ആരും വണ്ടി അങ്ങനെ ആയിക്കണ്ടാലും ആരും പെട്ടെന്ന് വരുന്നില്ല. ഒരാളെ വിളിച്ച് വന്ന് പിന്നെ ബേക്കിൽ ഒരു വണ്ടി ഡ്രൈവർ വന്ന് അങ്ങനെയൊക്കെ അതൊക്കെ കയറിപ്പോയി. കയറിയതേ ഉള്ളൂ, ശരിയായിട്ടില്ല. വണ്ടി ശരിയായിട്ടില്ല. അതെന്തോ പ്രശ്നമുണ്ടത് ചുങ്കത്ത്. ഇടയ്ക്കയിലൂടെ കടന്നിട്ട് അവിടെ ക്യാമറ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കളിയണ്ട. നേരാൻ വഴിയിലൂടെ പോവാം. ഇത് ചുങ്കം. പാപ്പശ്ശേരി പാലം വരെ ബ്ലോക്കാണ്, നല്ല ബ്ലോക്കാണ്. കുറേ മാറിയതായിരുന്നു. ഇപ്പോൾ പിന്നെ ആദ്യം തുടങ്ങിയിട്ട് കാണുന്നുണ്ടല്ലോ ബ്ലോക്ക്. ചില വണ്ടി അപ്പുറത്തോട്ട് ഓടുന്നുണ്ട്. പക്ഷേ എനിക്കതിലൊരു ധൈര്യമില്ല. അവിടെ ആ റോഡിൽ ചിലപ്പോൾ ക്യാമറയോ അതായത് പോലീസോ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ അതൊരു പണി കിട്ടും. നമ്മൾ ഫൈനടക്കേണ്ടി വരും. അതൊരു ബുദ്ധിമുട്ടാവും. നോക്കാൻ പോകാൻ ഇതൊന്നും ഇങ്ങനെ ആയിരുന്നില്ല. നീങ്ങാൻ തന്നെ പ്രയാസമായിരുന്നു. അപ്പോൾ പിന്നെയും ഒരു നീക്കമൊക്കെ ഉണ്ട്. അതുകൊണ്ട് വലിയൊരു സമാധാനം. ഒരു 10-20 മിനിറ്റിനുള്ളിൽ പുറത്ത് പുറം റോഡിലേക്ക് എത്താം. പാലൊക്കെ കഴിഞ്ഞ് ഇതേ ഉണ്ട് ചെറിയ ടൈം. പാലത്തറയും ഈ കാരണം കൊണ്ട് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് ട്രിപ്പ് കിട്ടിയാലും വരാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇവിടെ പിന്നെ കുറച്ച് തിരക്ക് കൂടും. ഇവിടെ ബിവറേജ് ഉണ്ട്. ബിവറേജ് ഉള്ളതുകൊണ്ട് കുറച്ച് തിരക്ക് കൂടും. മദ്യം വാങ്ങിക്കാനുള്ള ആൾക്കാർ തിരക്കുണ്ടാവും. പിന്നെ ഏത് സ്ഥലത്ത് നോക്കിയാലും ഹിന്ദിക്കാർ തന്നെയാണ്. ബിവറേജിലായാലും ബസ്സിലായാലും. ഇപ്പം ഞാൻ ട്രിപ്പ് പോയത് നാഗാലാൻഡോ അതുപോലെയുള്ള ഏതോ ഒരു രാജ്യത്തുള്ള ആൾക്കാരാണ്. അവർ റൂം വെക്കേറ്റ് ചെയ്തിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നതാണ്. അപ്പോൾ ആദ്യമേ പൈസയൊക്കെ ചോദിച്ച് റെഡിയാക്കി എന്നിട്ടാണ് പോയത്. അതുപോലെ ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പഴയങ്ങാടി ടൗണിൽ തന്നെയാണ് വളാട്ടം പാലം. അങ്ങ് ദൂരെ ബൈപ്പാസിൻ്റെ പണി നടക്കുന്നുണ്ട്. അത് ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട്. ആ ബൈപ്പാസിൻ്റെ പുഴയിലേക്കുള്ള ത്രെഡെല്ലാം ഇട്ടെന്ന് തോന്നുന്നു. അതൊക്കെ റെഡിയായി. ഒന്ന് മാറ്റി കീഴാട് പറയുമോ. ഇനിയിപ്പോൾ ഒരു ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ പൊടിഞ്ഞ് പോകണ്ട. ഇനിയിപ്പോൾ സമയമായി ഒന്ന് ഫ്രഷായിട്ട് ഞാൻ അവിടത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്. ഒരു 5 മണിക്കെങ്കിലും പോയിട്ടെങ്കിൽ ലേറ്റായിട്ട് അവിടുന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല. രാത്രിയാകുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അറിയാതെ റോഡിൽ പോകണം. അറിയുന്ന റോഡിൽ നിന്നൊന്നും വിഷയമില്ല. നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന റോഡിൽ എങ്ങനെയും പോവാം. കുറച്ച് ദൂരെ അറിയാതെ റോഡാണ്. റോഡ് എങ്ങനെയാണെന്നുള്ളതൊന്നും അത്ര നിശ്ചയമില്ല. പിന്നെ പോരാതെ മഴ പെയ്താലും ബുദ്ധിമുട്ടാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ പണിയുണ്ട്. അതൊരു വിഷയം. ഇപ്പോൾ 2 ദിവസമായിട്ട് സദ്യക്ക് മഴ പെയ്തു. ഇന്നലെ വീട്ടിലെത്തിയപ്പോഴാണ് മഴ പെയ്തത്. മഴ ചൂടാണ്. ഇന്നിപ്പം ഇന്നലെ മഴ പെയ്തുകൊണ്ടായിരിക്കും ഇന്ന് നല്ല ചൂടാണ്. സാധാരണമായി തന്നെ ചൂടുണ്ട്. കീഴാട് വഴി പുലർത്തിയപ്പള്ളി ഒരു പുതിയതിലേക്ക് പോകുമ്പോൾ കുറച്ചൊരു തിരക്കലുണ്ടാകുമ്പോൾ യൂസ് ചെയ്യുന്ന വഴിയാണ്. റോഡ് താഴെയോട് നല്ല വഴിയാണ്. അത്യാവശ്യം അപ്പുറം ഹൈവേയിലേക്ക് തിരക്ക് കൊടുക്കുമ്പോൾ കീഴാട് വഴി പുലർത്തിയപ്പള്ളി പുതിയൊരു കയറാൻ പറ്റും. അതാണ് പുലർത്തിയപ്പള്ളി. ഇവിടുന്ന് പുതിയതിലേക്ക് 1.5 കിലോമീറ്റർ. ഞാനിവിടെ ഇരണ്ടാവ് കൊട്ടപ്പാലം ഒരു മോഡൽ എടുക്കാൻ വേണ്ടി വന്നു. എടുത്ത് വെച്ചിട്ട് വണ്ടിയിൽ വെച്ചിട്ട് തിരിച്ചു പോകണം. ഇരണ്ടാവ് കൊട്ടപ്പാലം അങ്ങനെയൊക്കെ സ്ഥലത്തിൻ്റെ പേര്. ആളെന്തായില്ല ഫോൺ നമ്പർ അതിട്ടായിരുന്നു വിളിച്ചു വെച്ചിട്ട് വരുന്ന വരവാണ്. റോഡ് കുറച്ച് മിസ്റ്റേക്ക് റോഡ്. 2 കുട്ടികളുണ്ട്. 40 ഗേറ്റ്. 2 ഗേറ്റ് റോഡുണ്ട്. തട്ട് റോഡാണ്. വരാതിരിക്കാൻ പറ്റും. കുട്ടികളാണ്. റോഡ് വളരെ അബദ്ധമാണ്. അവിടെ കൊണ്ടുപോയിട്ട് തിരിച്ചു തരുന്നു. 40 ഗേറ്റിൻ്റെ 5 വെട്ടിപ്പറമ്പ് റോഡ് പോകുന്നു. റോഡ് ഇതിന് ടാർ ചെയ്യാൻ പറ്റില്ല. റെയിൽവേയുടെ സ്ഥലമാണ്. ഗേറ്റ് അടച്ചു പോയി.
മാറ്റണം. പബ്ബിൽ വന്നിട്ട് പബ്ബിൽ മാർക്കറ്റ് റോഡിന് ഉള്ളിലോട്ടുള്ള ഒരു വഴിയാണ്. ചെറിയ വഴിയാണ്, എന്നാലും എല്ലാവർക്കും വഴി വീട്ടിലേക്കുള്ള വഴിയായി. പബ്ബിൽ ടൗൺ ബസ്സുകാർ തമ്മിലുള്ള ജഗടിയോ അവർ തമ്മിലെന്ത് മനസ്സിലാക്കിയിട്ടാണ് വണ്ടി കുഴപ്പമൊന്നും കാണിക്കാറ്. എല്ലാവരും ഒരു വഴിക്ക് പോകേണ്ടത്. ആറ് സ്കൂട്ടറിൽ തട്ടിയോ ഒരു ട്രിപ്പ് പോകണം. നമ്മൾ ശ്രദ്ധിക്കാതെ ഓടിച്ചു കഴിഞ്ഞാൽ ഇതാ പ്രശ്നം. നമ്മളായാലും തെറ്റി വരാണ്ട് നോക്കുക. വേറെ കാര്യമായി തോന്നുന്നു. അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബൈ ബൈ.